ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഹാപ്പി ടൈംസ്. നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസ്, അതായത് ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് നമ്മുടെ സിറ്റുവേഷൻസ് കാരണം നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? പലർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ട്. അതേപോലെ രണ്ട് ഐറ്റംസ്, അതാണ് പപ്പായ ആൻഡ് പൈനാപ്പിൾ. പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് കഴിക്കണം എന്നെനിക്ക് ആഗ്രഹം തോന്നിയ ഐറ്റമാണ് പൈനാപ്പിൾ. എന്നാൽ ഒരുപാട് പേര് എന്നോട് പ്രത്യേകം പറഞ്ഞതുമായിട്ടുള്ള കാര്യമാണ് പപ്പായ കഴിക്കരുതേ, പൈനാപ്പിൾ കഴിക്കരുതേ, ശ്രദ്ധിച്ചോണം എന്ന് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞതും ഈ രണ്ട് കാര്യമാണ്. കാരണം പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ജ്യൂസ് കുടിക്കുന്ന പതിവുണ്ട്. സ്ഥിരം ഞാൻ കുടിക്കാറ് പൈനാപ്പിൾ ജ്യൂസാണ്. അതുകൊണ്ട് വീട്ടിലുള്ളവരും എല്ലാവരും എന്നെ ഓർമ്മിപ്പിച്ച് വിടും, പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിക്കരുത്, ഓർത്തോണം. കഴിക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ കഴിക്കാനും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒരു പ്രത്യേക ത്വരയാണല്ലേ? അത് എനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും ഉണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതിനെയും മുതിർന്നവരുടെ ഭാഷയിൽ പറഞ്ഞ അഹങ്കാരമൊക്കെ ആകുമല്ലേ? എന്താണെങ്കിലും അതുണ്ട്. എന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ചല്ലേ പറ്റൂ. എന്നിരുന്നാലും എൻ്റെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാൾക്ക് പൈനാപ്പിളോ പപ്പായോ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇയാൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ, യാതൊരു പ്രശ്നവും ഇല്ലയെന്ന്. എന്ന് പറഞ്ഞ് ഓവറായിട്ടല്ല, 2-3 പീസ് കഴിക്കുന്നത് കൊണ്ട് കുട്ടിക്ക് യാതൊരു ദോഷവും വരില്ല എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. തന്നിഷ്ടം കാണിച്ചിട്ട് എന്തെങ്കിലും വന്നുപോയാൽ പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹത്തെ മൂടി വെച്ചു. ഈ ഒരു ടൈം ആയപ്പോൾ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞ് ഇനിയും പൈനാപ്പിളോ പപ്പായോ കുറച്ച് കഴിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്ന്. അത് കേട്ടപ്പോൾ ഉണ്ടായൊരു സന്തോഷമില്ലേ? അത് കേട്ടതും ഷടപടയെന്ന് പൈനാപ്പിളും വാങ്ങി, പപ്പായയും വാങ്ങി. പിന്നീട് അത് കഴിക്കാനുള്ളൊരു പ്രയാണമായിരുന്നു. ഹോ, അത് രണ്ടും കയ്യിൽ കിട്ടി കട്ട് ചെയ്ത് കഴിക്കുന്നത് വരെ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. ഇതിനെയാവും കൊതിയെന്ന് പറയുക അല്ലേ? സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ ഒരുപാട് നാളിന് ശേഷം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ? ആ ഒരു ഫീലായിരുന്നു എനിക്കും ഉണ്ടായത്. എൻ്റെ ഉപമ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും എനിക്കിങ്ങനെ ഉപമിക്കാനാണ് ഇപ്പോൾ തോന്നിയത്. അങ്ങനെ ആ പപ്പായയും പൈനാപ്പിളും ഒക്കെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചപ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ. എന്തൊക്കെ വന്നാലും വയറ് നിറച്ച് അതെല്ലാം അങ്ങോട്ട് കഴിച്ചു. ഇത്തിരി അടുത്തിരുന്നവർക്കൊക്കെ കൊടുത്തു കേട്ടോ. പ്രഗ്നൻസി ടൈമിൽ പപ്പായയും പൈനാപ്പിളും കുറച്ച് കഴിച്ചെന്ന് പറഞ്ഞ് പ്രോബ്ലം ഒന്നും വരില്ല എന്ന് എൻ്റെ ഡോക്ടർ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓവറായിട്ട് കഴിച്ചാലോ അല്ലെങ്കിൽ കുറച്ച് കഴിച്ചാലോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്നെപ്പോലെ നിങ്ങൾക്കും ഇതേപോലെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ.